കണ്ണൂർ പയ്യന്നൂരിൽ മദ്യലഹരിയിൽ യുവാക്കൾ ഓടിച്ച കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് പരിക്കേറ്റ യാത്രക്കാരി മരിച്ചു. തൃക്കരിപ്പൂർ സ്വദേശി ഖദീജയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9:30 കൂടിയായിരുന്നു സംഭവം. കാറിലുണ്ടായിരുന്ന 4 പേരും ഇറങ്ങി ഓടാൻ ശ്രമിച്ചുവെങ്കിലും 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. നീലേശ്വരം സ്വദേശികളായിട്ടുള്ള അഭിരാഗ്, അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഇതിനു മുമ്പ് 2 ബൈക്കുകളിലും കാർ ഇടിച്ചിരുന്നു. രജീഷ് കുളങ്ങര ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും. രജീഷ്, അപ്പോൾ ഈ 2 ബൈക്കിൽ ഇടിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ അപ്പോൾ ഒരു അപകട പരമ്പര തന്നെ ഉണ്ടാക്കിയ ശേഷമാണ് ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അവർ അപ്പോഴും ആ കാർ ഓടിക്കുന്നത് നിർത്താൻ തയ്യാറായില്ലേ, അല്ലെങ്കിൽ നാട്ടുകാർ അത് തടയാൻ ശ്രമിച്ചില്ലേ? തീർച്ചയായും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ കാറുമായി വന്നത്. പയ്യന്നൂർ കേളോത്ത് ഭാഗത്തു നിന്നാണ് ഏകദേശം 9:30 ഇവർ വാഹനം ഓടിച്ചു വന്നത്. ബസ് സ്റ്റാൻഡ് സമീപത്തെ ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ച് നിർത്താതെ പോയ വാഹനം വീണ്ടും ഒരു ബൈക്കിൽ ഇടിച്ച് വീണ്ടും യാത്ര തുടർന്നു. അതിനിടയിൽ ഇടിയുടെ ആഘാതത്തിൽ കാറിനേറ്റ പരിക്ക്, കാറിന്റെ ബോണറ്റ് തകർന്ന് ടയർ പൊട്ടിയതിനെ തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാർ നിന്നത്. അതിനിടയിൽ തന്നെ നാട്ടുകാർ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപകടകരമായ രീതിയിൽ വാഹനം വരുന്നപ്പോൾ വാഹനം നിന്നതോടുകൂടി നാട്ടുകാരും യാത്രക്കാരും ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ വാഹനം വളഞ്ഞു വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു. 4 പേരായിരുന്നു ആ സമയത്ത് കാറിലുണ്ടായിരുന്നത്. ഇവർ നാട്ടുകാർ പോലീസിനെ വിളിച്ച് പോലീസ് വരുന്നതിനിടയിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടു. 2 പേരെ നാട്ടുകാർക്ക് പോലീസിന് കൈമാറാൻ സാധിച്ചു. നീലേശ്വരം ചായോത്ത് സ്വദേശികളായ അഭിജിത്ത്, അഭിരാഗ് എന്നിവരെയാണ് നാട്ടുകാർക്ക് പിടികൂടാൻ സാധിച്ചത്. ഇതിൽ അഭിജിത്തിനെതിരെ നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർ ഇതിനു മുമ്പും 2 ബൈക്കിൽ ഇടിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന തൃക്കരിപ്പൂർ സ്വദേശി കോവൽ ഖദീജ രാത്രി 12 മണിയോടെ കണ്ണൂർ AKG ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവർ പയ്യന്നൂരിൽ ഒരു ആശുപത്രിയിലേക്ക് വന്നതായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഓട്ടോ വിളിച്ചു പോകുന്നതിനിടയിലാണ് എതിരെ വന്ന ഈ കാറ് ഇടിച്ച് വലിയ അപകടം ഉണ്ടാക്കിയത്. എൽദോ, റൈറ്റ്. കാറ് അത് മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ കാറിൻ്റെ പാച്ചിലുണ്ടായത്. അത് നേരത്തെയും ബൈക്കിലിടിക്കുന്നു. ഈ ഓട്ടോറിക്ഷ ഏതാണ്ട് തകർന്ന സാഹചര്യമാണ്. മദ്യലഹരിയിൽ യുവാക്കൾ ഓടിച്ച കാറാണ് ഓട്ടോറിക്ഷയിലിടിച്ച് ഖദീജ എന്ന തൃക്കരിപ്പൂർ സ്വദേശി മരിക്കുന്ന സാഹചര്യമുണ്ടായത്. നീലേശ്വരം സ്വദേശികളാണ് ഈ അപകടമുണ്ടാക്കിയവർ. എന്തായാലും പരിക്കേറ്റ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം അത് പിന്നീട് ആശുപത്രിയിൽ വെച്ച് സംഭവിച്ചു എന്നുള്ളതാണ്. 4 പേര് ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ്. പോലീസിന് കൈമാറുകയായിരുന്നു. മദ്യലഹരിയിലാണെന്ന് മദ്യക്കുപ്പികളുടെ ദൃശ്യവും നമുക്ക് കാണാം. ആ കാറിനുള്ളിൽ മദ്യക്കുപ്പി ഉൾപ്പെടെയുള്ളവ അതിലുണ്ട്. എന്നാലും കാർ ഓടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ അപകടം നീണ്ടുപോയി. അതാണ് അവരെ അവിടെ പിടികൂടാനെങ്കിലും സാഹചര്യം ഉണ്ടാക്കിയത്. ഇവർ ഓടിച്ച ആ കാറ് ഇടിച്ച് ബോണറ്റ് മടങ്ങി അതിൻ്റെ ടയർ കേടാവുന്ന സാഹചര്യം, അങ്ങനെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ആ കാറുമായി വീണ്ടും മുന്നോട്ട് പോയതിനെ അപകടത്തിലുള്ള സാധ്യത ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രജീഷ് കുളങ്ങരയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിശദാംശങ്ങൾ എന്നുള്ള സ്പോട്ട് ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ നമസ്കാരം.